ലവ് ജിഹാദ് ആരോപണത്തെ തുടർന്ന് കേരളത്തിൽ അഭയം തേടിയ ജാർഖണ്ഡ് സ്വദേശികൾക്ക് സംരക്ഷണം നൽകാൻ പോലീസിന് നിർദ്ദേശം നൽകി ഹൈക്കോടതി. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ഈ ജാർഖണ്ഡ് സ്വദേശികളുടെ വാർത്തകൾ ഏറെ ശ്രദ്ധ നേടിയത്. ഇരു മതവിഭാഗങ്ങളിൽ നിന്നുള്ള ഇവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതിന് പിന്നാലെ ഇവരുടെ സ്വദേശത്ത് പ്രശ്നങ്ങൾ തുടങ്ങുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇവർ കേരളത്തിലെത്തിയത്. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്കാണ് സിംഗിൾ ബെഞ്ച് സംരക്ഷണം നൽകാൻ നിർദ്ദേശം നൽകിയത്. സംരക്ഷണ കാലയളവിൽ നവദമ്പതികളെ സ്വദേശത്തേക്ക് മടക്കി അയക്കരുതെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇക്കാര്യവും കായംകുളം SHO ഉറപ്പുവരുത്തണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ജാർഖണ്ഡ് സ്വദേശികളായ ആശാവർമ്മയും ഗാലിബും നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. സംരക്ഷണം തേടിയുള്ള ഹർജിയിൽ പോലീസിനോട് ഹൈക്കോടതി വിശദീകരണം തേടുകയും ചെയ്തു. ഏറെ നാളായി പ്രണയത്തിലായിരുന്നു ഗാലിബും ആശയും. ഇതിനിടെ ജോലി തേടി ഗാലിബ് UAE പോയി. പിന്നാലെ ആശയ്ക്ക് വീട്ടുകാർ വിവാഹം ആലോചിക്കുകയും ചെയ്തു. ഇക്കാര്യം ആശ ഗാലിബിനെ അറിയിച്ചതോടെ ഗാലിബ് നാട്ടിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു. ഇതോടെ ആശയുടെ വീട്ടുകാരും ചില ബന്ധുക്കളും പ്രശ്നമുണ്ടാക്കുകയും ആക്രമണത്തിന് മുതിരുകയും ചെയ്തു. കേരളത്തിൽ നിന്നുള്ള പ്രവാസി സുഹൃത്തുക്കളുടെ നിർദ്ദേശപ്രകാരമാണ് ഗാലിബും ആശയും ആലപ്പുഴയിലെത്തിയത്. ഫെബ്രുവരി 9 ആലപ്പുഴയിലെത്തിയ ഇരുവരും ഫെബ്രുവരി 11 വിവാഹിതരായി. പിന്നാലെ ഇവരെ തേടി ബന്ധുക്കൾ കായംകുളത്ത് എത്തിയെങ്കിലും ഇരുവരും തിരികെ പോകാൻ തയ്യാറായില്ല. ജാർഖണ്ഡിൽ തങ്ങൾക്ക് നേരെ വധഭീഷണി നേരിടുന്നതിനാലാണ് തിരികെ പോകാത്തതെന്നാണ് നവദമ്പതികൾ പറയുന്നത്. ഗാലിബിനും ആശയ്ക്കും സംരക്ഷണം ഒരുക്കുമെന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ പറഞ്ഞിരുന്നു. ആശയും ഗാലിബും വർഷങ്ങളായി സ്നേഹബന്ധത്തിലുള്ളവരാണ്. വിവാഹശേഷവും ഇരുവരും മതം മാറിയിട്ടില്ല. ഇരുവരുടെയും മതവിശ്വാസങ്ങളിൽ തന്നെ ഇപ്പോഴും അവർ തുടരുകയാണ്. ആശ ഗാലിബിനോടൊപ്പം എത്തിയത് സ്വന്തം ഇഷ്ടപ്രകാരമാണെന്ന് അന്വേഷണത്തിൽ ബോധ്യമാവുകയും ചെയ്തു. ഇക്കാര്യം ജാർഖണ്ഡ് പോലീസിനെയും അറിയിച്ചുവെന്നും ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കി.